അമ്മ തെരഞ്ഞെടുപ്പ് ഈ ഓഗസ്റ്റ് 15-ന് നടക്കുകയാണ്. ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ ഒരു വിഭാഗം തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് കുറച്ച് അന്തസ്സുള്ളവർ വന്നാലാണ് ആ സംഘടന നയിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യം വരുമ്പോൾ ആ സംഘടനയുടെ അന്തസ്സും ആഭിജാത്യവും നമുക്കറിയാം. ഇപ്പോൾ മത്സരിക്കുന്നവർ അന്തസ്സില്ലാത്തവരല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അവിടെ ഈ പരസ്പരം വിഴുക്കലകൾ, ഇപ്പോൾ പൊന്നമ്മ ബാബു പത്രസമ്മേളനം നടത്തുന്നു, കുക്കു പരമേശ്വരനാണ് അവിടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ്. അപ്പോൾ കുക്കു പരമേശ്വരനെതിരെ തിരിഞ്ഞിരിക്കുന്നു. 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം, ആ സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കി അത് കുക്കു പരമേശ്വരനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടത്, ഇതിൻ്റെ പിന്നിൽ ഒരു നടനാണ്, പത്രിക പിൻവലിച്ച ഒരു നടനാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് സീറ്റ് ഡ്രൈവിങ്ങിലാണ് ഈ വാട്സപ്പ് ഉണ്ടാകുന്നതും വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതും പിന്നീട് പത്രസമ്മേളനം നടത്തുമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, ആ യൂട്യൂബ് ചാനൽ നടന്നത്. ഞാൻ സാധാരണ ഇതിലിടപെടാറില്ല, അല്ലെങ്കിൽ അന്വേഷിക്കാറില്ല. കാരണം അത്രയും അന്തസ്സ് കെട്ട രീതിയിലാണ് ഇപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതേ ചാനലിൽ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായ അപവാദങ്ങളും എനിക്കുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഫെഫ്കയിൽ വരെ കംപ്ലയിൻറ്റ് ചെയ്തു, ഞാൻ ഫെഫ്കയുടെ അധികാരത്തിലിരുന്നുകൊണ്ട് ഇതുപോലെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു തെറ്റും അതിൽ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഈ മർദാണൻ ഷാൻസ്കറിയ അടക്കം ഒരുപാട് പേര് ഇതിനെതിരെ ചെയ്തിട്ടും ഇവർക്കാർക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഒരു സംഘടനയുടെ അന്തസ്സ് കളയുകയാണ്, പത്രസമ്മേളനം നടത്തുക, അവിടെ മറ്റൊരാളെ കുറ്റം പറയുക, വാട്സപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക, ഇതൊക്കെ ആ സംഘടനയുടെ അന്തസ്സാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അടക്കം മോഹൻലാൽ അടക്കം ആരും അതിനെതിരെ പ്രതികരിക്കുന്നില്ല, അതിലേക്ക് വരുന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.